അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഞാൻ അമീർ ഒതുക്കുങ്ങൽ. അൽ-ഇസ്ലാഹ് മാസികയുമായി ബന്ധപ്പെട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്നും വ്യാപകമായ ചില കുപ്രചരണങ്ങൾ അയച്ചുവിടുമ്പോൾ അതിന്റെ നിജസ്ഥിതി വായനക്കാരെയും മാതൃസ്നേഹികളെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംസാരത്തിന് മുതിരുന്നത്. നമുക്കറിയാം, അൽ-ഇസ്ലാഹ് മാസിക കേരളത്തിനും അകത്തും പുറത്തും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം മാസികയുടെ രൂപീകരണ കാലം തൊട്ട് ഇന്ന് വരെ ആദർശം പ്രചരിപ്പിക്കുന്നതിനും ആദർശ വിരോധികളുടെ പൊള്ളത്തരങ്ങളും കുപ്രചരണവും ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നുകാട്ടുന്നതിനു വേണ്ടി യാതൊരു സങ്കോചവുമില്ലാതെ ധൈര്യസമേതം അൽ-ഇസ്ലാഹ് മാസിക എല്ലാ കാലത്തും ഇടപെട്ടിട്ടുണ്ട്. ആദർശ വിരോധികളുടെ കണ്ണിലെ കരടായി അൽ-ഇസ്ലാഹ് മാസിക അതിന്റെ രൂപീകരണ കാലം തൊട്ട് തന്നെ മാറിയിട്ടുണ്ട്. ആദർശ വിരോധികളുടെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ശരിയല്ല, മറിച്ച് ഈ സലഫി ആദർശത്തിന്റെ കൂടെ നടക്കുകയും ഞങ്ങൾ സലഫികളാണ് എന്ന് പറയുകയും ചെയ്യുന്ന, മുജാഹിദുകളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ആളുകളുടെ കണ്ണിലെ കരടായി അൽ-ഇസ്ലാഹ് അതിന്റെ രൂപീകരണ കാലം തൊട്ട് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് KNM പിളരുന്നതിന് മുൻപ് മടവൂർ വിഭാഗവും KNM ഒന്നിച്ചിരുന്ന കാലഘട്ടത്തിൽ തൃശൂരിൽ വെച്ച് നടന്ന അന്നത്തെ MSMന്റെ ഒരു സമ്മേളനത്തിൽ വെച്ച് അൽ-ഇസ്ലാഹ് മാസികയുടെ ആയിരക്കണക്കിന് കോപ്പികൾ അടങ്ങുന്ന കെട്ടുകൾ ചില ഗൂഢതാൽപര്യക്കാർ രാത്രിക്ക് രാത്രി അത് ആ മാസികയുടെ കെട്ടുകൾ കവരുകയും എന്നിട്ട് ചളിക്കുണ്ടിൽ കൊണ്ടുപോയി ചവിട്ടി താഴ്ത്തുകയും ചെയ്തൊരു സംഭവം നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നതിന്റെ നടത്തിപ്പുകാരനായിരുന്ന അബ്ദുസലാം സുല്ലമി സ്റ്റേജിൽ വെച്ച് പൊട്ടിക്കരയുകയും ഇത് ചെയ്ത ആളുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുശേഷം KNM സംഘടന പിളർന്നതിനു ശേഷം മടവൂർ വിഭാഗം വേറെ സംഘടനയായി പോയതിനു ശേഷം യഥാർത്ഥ ആദർശം KNMന്റെ കൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ, അത് മനസ്സിലാക്കിയ അൽ-ഇസ്ലാഹിന്റെ അന്നത്തെ പിന്നണി പ്രവർത്തകർ ആദർശ രംഗത്ത് KNM സ്വീകരിച്ച നയനിലപാടുകളെ പിന്തുണക്കുകയും ആ നയനിലപാടുകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ മടവൂർ വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും ഖുറാഫികളും അടങ്ങുന്ന ആദർശ വിരോധികളുടെ പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ അൽ-ഇസ്ലാഹ് മാസിക ധൈര്യസമേതം മുന്നോട്ട് വരികയുണ്ടായി. അതിനുശേഷം 2002 ശേഷം അല്പകാലം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മാസിക മുന്നോട്ട് പോവുകയും, എന്നാൽ 5 വർഷം കഴിഞ്ഞതിനു ശേഷം 2007-2008 കാലഘട്ടം ആയപ്പോഴേക്കും KNM സംഘടനക്കുള്ളിൽ നിൽക്കുന്ന ചില നേതാക്കന്മാരിൽ നിന്ന് തന്നെ അൽ-ഇസ്ലാഹ് മാസികക്ക് ഭീഷണിയും ഭ്രഷ്ടും പീഡനങ്ങളും നേരിടേണ്ടി വരികയുണ്ടായി. 2009-2010 കാലഘട്ടമായപ്പോഴേക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക ആസ്ഥാനമായ മുജാഹിദ് സെന്ററിലും CD ടവറിലുമെല്ലാം അൽ-ഇസ്ലാഹ് മാസിക നിരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അത് പലർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം 2002 ശിർക്കാരോപണം വന്നു. ശിർക്കാരോപണം വ്യാപകമായി സംഘടനയ്ക്ക് താൽപര്യമില്ലാത്ത ചില പണ്ഡിതന്മാരെയും പ്രബോധകരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിനു വേണ്ടി സംഘടനയുടെ എല്ലാ ചാനലുകളും ഉപയോഗിച്ച് ശിർക്കാരോപണം കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടപ്പോൾ അതിന്റെ വസ്തുത എന്ത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി അൽ-ഇസ്ലാഹ് മാസിക ധൈര്യസമേതം മുന്നോട്ട് വരികയുണ്ടായി. യഥാർത്ഥത്തിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്ത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാനറിൽ അല്ലെങ്കിൽ സംഘടനയുടെ ബാനറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കാരോപണത്തിന്റെ നിജസ്ഥിതി എന്ത്, നമ്മൾക്കിടയിലുണ്ടായ തർക്ക വിഷയങ്ങളിൽ ലോക സലഫികളുടെ നിലപാടെന്ത്, KNMന്റെ നിലപാടെന്ത് എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി അൽ-ഇസ്ലാഹ് മാസിക രംഗത്ത് വരികയും അത് മുഖേന ചില ഒട്ടുമിക്ക ആളുകൾക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2002 ശേഷം സംഘടനയിൽ നിന്നും നമ്മളെല്ലാവരും പുറത്തു വന്നതിനു ശേഷം നമ്മൾ ദഅവാ സമിതി എന്നൊരു കൂട്ടായ്മ ഉണ്ടായി. ആ കൂട്ടായ്മയുടെ കൂടെയാണ് അൽ-ഇസ്ലാഹ് മാസിക നിലകൊണ്ടത്. അതിന് കാരണം ലോക സലഫികളുടെ നിലപാടിന് വിരുദ്ധമാണ് KNMന്റെ നിലപാടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടും സലഫി ആദർശം പ്രചരിപ്പിക്കുന്നത് കൂടുതലും ദഅവാ സമിതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പണ്ഡിതന്മാരാണ് എന്നതുകൊണ്ടുമാണ് സംഘടനയുടെ
എല്ലാ ഒരു പിന്തുണയും ഇല്ലാഞ്ഞിട്ട് പോലും അൽ ഇസ്ലാഹ് മാസിക ദേവാസമിതിയുടെ ഈ കൂട്ടായ്മയുടെ കൂടെ നിന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമുക്കിടയിലുണ്ടായ ഭിന്നിപ്പ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ വിഷയങ്ങൾ വരികയും അപ്പോഴും അൽ ഇസ്ലാഹ് മാസികയുടെ നിലപാടും അൽ ഇസ്ലാഹ് മാസികയുടെ തീരുമാനങ്ങളും ഒരു ചോദ്യചിഹ്നമായി മാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. ഇത് ഇപ്പോൾ വിശദീകരിക്കാൻ കാരണം, ഇപ്പോൾ നമുക്കിടയിലുണ്ടായ ഈ തർക്ക വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേവാസമിതിയുടെ കൂടെ നിൽക്കുന്ന ചില പണ്ഡിതന്മാർ, ദേവാസമിതിയുടെ കൂടെ നിൽക്കുന്ന നിഷ്കളങ്കരായ അനുയായികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അൽ ഇസ്ലാഹ് മാസികയെ നശിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ചില ഗൂഢാലോചനകൾ നടത്തിയതിന്റെ ഫലമാണെന്ന് കരുതുന്നു. ചില പണ്ഡിതന്മാർ അവരുടെ പാണ്ഡിത്യത്തിന് യോജിക്കാത്ത രീതിയിൽ പച്ചക്കളവുകൾ അൽ ഇസ്ലാഹ് മാസികയ്ക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ തെളിവാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1 മാസത്തിന് മുൻപ്, ബഹുമാനനായ അബ്ദുൽ മാലിക് സലഫി UAE-യിൽ ഒരു പര്യടനം നടത്തിയപ്പോൾ അൽ ഇസ്ലാഹ് മാസികയെക്കുറിച്ചുള്ള ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ആ മറുപടി നിങ്ങളൊന്ന് കേൾക്കുക. ഞാനൊരു കാര്യം പറയാം. കേരളത്തിൽ ഖുറാഫി ദഅവത്തിന് വേണ്ടി മാത്രം സംവിധാനം ചെയ്യപ്പെട്ട ഒരു മാസികയാണ് ഇസ്ലാഹ് മാസിക. ഇതിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ സക്കരിയ സലാഹി ഉണ്ട്, ഫൈസൽ മൗലവി ഉണ്ട്, അബ്ദുൽ ജബ്ബാർ മൗലവി ഉണ്ട്, ഞാനുണ്ട്, ഷാഫി സലാഹി ഉണ്ട്, ബഷീർ സലഫി ഉണ്ട്, അമീർ ഉൽക്കുങ്ങളുണ്ട്. ഈ ഇസ്ലാഹിന്റെ ഒരു പ്രത്യേകത, എല്ലാ മാസവും മീറ്റിംഗ് കൂടി അടുത്ത ലക്കത്തിലേക്ക് എന്തൊക്കെ ലേഖനങ്ങൾ കിട്ടി എന്ന് പരിശോധിച്ച് ആ ലേഖനങ്ങൾ വിലയിരുത്തി എല്ലാ മാസവും ഞങ്ങൾ മീറ്റിംഗ് കൂടിയതാണ്. ഈ പ്രശ്നം തുടങ്ങി സന്ദർഭത്തിൽ മീറ്റിംഗുകൾ കൂടിയില്ല. ഫൈസൽ മൗലവി ആവർത്തിച്ച് അമീറിനോട് പറഞ്ഞു മീറ്റിംഗ് വിളിക്കണം, ഇതൊരു ഇസ്ലാഹിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണം. കാരണം നമ്മുടെ പരിപാടികൾ കൊണ്ടുവന്ന് ഇസ്ലാം വിൽക്കുകയും നമ്മെ പരോക്ഷമായി ഇതിൽ കുത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം കണ്ടപ്പോഴാണ് ഒരു വിഷയത്തിൽ തീരുമാനമുണ്ടാകണം. അങ്ങനെ പിന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് ഇസ്ലാം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, അത് സലാഹി ഏറ്റെടുത്ത് നടത്തിക്കോളാം എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങൾ ഫൈസൽ മൗലവി ഉണ്ട്, ജബ്ബാർ മൗലവി ഉണ്ട്, ഞാനുണ്ട്, അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ കൊണ്ടോട്ടിയുണ്ട്. ഇവരൊക്കെ ഉള്ളൊരു കാര്യം ഇവരോട് ആരോടും അനുവാദം ചോദിക്കാതെ ഈ ഒരു പൊതു മുതൽ അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു കൂട്ടായി എത്തിയ എല്ലാ ആളുകളും എഡിറ്റോറിയൽ ബോർഡിലായ ആളുകൾ ഒരാളോട് പോലും അനുവാദം ചോദിക്കാതെ സ്വന്തം പേരിലേക്ക് തീരെഴുതുന്നതിന്റെ സലഫിയത്ത് എന്താ നമുക്ക് ഇന്നലെ പിടികിട്ടിയിട്ടില്ല. ഈ മറുപടിയിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 99% പച്ചക്കളവാണ് എന്ന് പറയേണ്ടി വന്നതിൽ അതിയായ വേദനയുണ്ട്. കാരണം അബ്ദുൽ മാലിക് സലഫിയെ പോലെയുള്ള ഒരു പണ്ഡിതനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വർത്തമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഖുറാഫി ദഅവത്തിന് വേണ്ടി മാത്രം രൂപീകരിച്ചതാണ് അൽ ഇസ്ലാഹ്, അതവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞത് എല്ലാ മാസവും അൽ ഇസ്ലാഹിന്റെ മീറ്റിംഗ് കൂടാറുണ്ട്, അൽ ഇസ്ലാഹിന്റെ പ്രത്യേകതയായ, അത് സത്യമാണ്. എല്ലാ മാസവും മാസിക ഇറങ്ങി ഒരു 10-ാം തീയതി 15-ാം തീയതി ആകുമ്പോഴേക്കും സക്കരിയ സലാഹി ആണ് കഴിഞ്ഞ 10 വർഷക്കാലമായി അൽ ഇസ്ലാഹിന്റെ നടത്തിപ്പിൽ മേൽനോട്ടം വഹിക്കുന്നത്. അദ്ദേഹം മീറ്റിംഗ് വിളിക്കുകയും മാസികയുടെ എഡിറ്റോറിയൽ പോലുള്ള ആളുകളെല്ലാം വിളിക്കുകയും അതിന്റെ സഹകരിച്ചു പോകുന്ന എല്ലാവരും വിളിച്ച് ഈ ഇറങ്ങിയ ലക്കത്തിനെ കുറിച്ചുള്ള അവലോകനവും അടുത്ത ലക്കത്തിലേക്ക് വേണ്ട ലേഖനങ്ങളും ചർച്ച ചെയ്യുകയും അതിന്റെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്യുന്ന വളരെ കൃത്യമായ ഒരു നിലപാടുമായിട്ടായിരുന്നു ഇത്രയും കാലം അൽ ഇസ്ലാം മുന്നോട്ട് പോയിരുന്നത്. എല്ലാ മാസവും മീറ്റിംഗ് കൂടാറുണ്ട്. കേരളത്തിൽ മറ്റൊരു പ്രസിദ്ധീകരണത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു ക്വാളിറ്റിയായിരുന്നത്. എന്നാൽ മാലിക് സലഫി പറയുന്നത് ഈ വിവാദം വന്നതിന് ശേഷം മീറ്റിംഗ് കൂടിയിട്ടില്ല,
ഫൈസൽ മൗലവി ആവർത്തിച്ചാവർത്തിച്ച് അമീറിനോട് മീറ്റിംഗ് വിളിക്കാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൂട്ടാക്കിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ അദ്ദേഹം ഈ പറഞ്ഞത് 100% പച്ചക്കളവാണ്. ഈ കാര്യം ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം നമുക്കിടയിൽ ഈ പ്രശ്നമുണ്ടായ സമയത്ത് അതിനു മുമ്പ് KNM നിന്നും ഞാൻ അൽ-ഇസ്ലാഹ് മാസികക്ക് ദഅവാ സമിതിയുടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നുണ്ടായ പീഡനങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. KNM ൽ നമ്മൾ പുറത്തു പോകുന്ന ശക്തമായ ഒരു ദഅവാ കൂട്ടായ്മ സംരംഭമായി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ഒരിക്കൽ UAE-യിലേക്ക് സക്കരിയ സലാഹി പര്യടനം നടത്തുകയും അന്ന് UAE-യിലെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ അദ്ദേഹത്തോട് ഇസ്ലാഹ് മാസികയുടെ ഓഫീസിൽ നിങ്ങൾ സ്റ്റാഫിനെ വെക്കണം, എല്ലാ കാര്യങ്ങളും അമീറിന്റെ തലയിലിട്ട് കൊടുക്കുക, അമീറിന് കുറച്ച് സ്വസ്ഥത കൊടുക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം ഞങ്ങൾ തരാം, നിങ്ങൾ സ്റ്റാഫിന് വെച്ചുകൊള്ളൂ എന്ന് അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റാഫിന് വെച്ചു. ആ സ്റ്റാഫിന് നമ്മൾ ശമ്പളം കൊടുത്തിരുന്നത് 7,000 രൂപയായിരുന്നു. UAE-ക്കാർ നമുക്ക് തന്നിരുന്നത് 5,000 രൂപയായിരുന്നു. പോകട്ടെ, 2,000 നമ്മൾ കൂട്ടിക്കൊടുത്തിരുന്നു. ഏകദേശം 3-4 മാസം അവര് കൃത്യമായി ആ തുക തരികയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് നമുക്കിടയിൽ സക്കരിയ സലാഹിയും ദഅവാ സമിതിയുമായി ബന്ധപ്പെട്ട ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത്. ആ സമയത്ത് എന്തായിരിക്കണം അൽ-ഇസ്ലാഹ് മാസികയുടെ നിലപാട്, ഭാവി എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി, ഈ വിഷയത്തിൽ അൽ-ഇസ്ലാഹ് മാസിക സ്വീകരിക്കേണ്ട നിലപാടെന്തെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി കോഴിക്കോട് നമ്മൾ മീറ്റിംഗ് വിളിച്ചു. സക്കരിയ സലാഹി തന്നെയാണ് ആ മീറ്റിംഗ് വിളിച്ചത്. ആ മീറ്റിംഗിൽ മാലിക് പറഞ്ഞതുപോലെ ഞാന്, സക്കരിയ സലാഹി, അബ്ദുൽ ഖാദർ കുണ്ടോട്ടി അഥവാ ഖാദർബായി, ഷാഫി സലാഹി ചങ്ങലേരി, അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ, മാലിക് സലഫി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, ബഷീർ സലഫി പൂളപ്പുഴയിൽ, ഈ ആളുകളാണ് ആ മീറ്റിംഗിൽ പങ്കെടുത്തത്. അതൊരു നിർണായകമായ മീറ്റിംഗ് ആയിരുന്നു. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിൽ എക്കാലവും പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അൽ-ഇസ്ലാഹ് മാസികയുടെ നിലപാട് എന്ത് എന്ന് ജനങ്ങൾ കൗതുകപൂർവ്വം നോക്കാറുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും മാസിക ഏത് പക്ഷത്ത് നിൽക്കും, മാസികയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളൊരു ചർച്ച, ഒരു ഉദ്വേഗം എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ആ മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് തുടങ്ങി സക്കരിയ സലാഹി തന്നെയാണ് ചർച്ച തുടങ്ങി വെച്ചത്. ആ മീറ്റിംഗ് കൂടുന്നത് 2013 ഡിസംബർ 21-നാണ് കോഴിക്കോട് അൽ-ഇസ്ലാഹ് മാസികയുടെ ഓഫീസിൽ. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ സക്കരിയ സലാഹി പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ നമുക്കിടയിൽ ഇപ്പോഴുണ്ടായ ഈ വിവാദങ്ങളിൽ അൽ-ഇസ്ലാഹ് മാസിക ഇടപെടേണ്ടതില്ല. നമ്മുടെ പൊതുശത്രുക്കൾക്കെതിരെ അഥവാ ഖുറാഫികൾക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, ചേകന്നൂരികൾക്കെതിരെ, മടവൂരികൾക്കെതിരെ, KNM-മായി ഇപ്പോഴുണ്ടായ പ്രശ്നം, KNM-കാർക്കെതിരെ നമുക്ക് ഒന്നിച്ചു നീങ്ങാം മാസിക. ഈ വിഷയത്തിൽ മാസിക ഇടപെടേണ്ടതില്ല. നമ്മുടെ ആദർശ ശത്രുവിനെതിരെ ഒന്നിച്ചു ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമായി അൽ-ഇസ്ലാഹിനെ നമുക്ക് ഉപയോഗിക്കാം എന്നൊരു അഭിപ്രായം സക്കരിയ സലാഹി പറഞ്ഞു. സത്യത്തിൽ ആ മീറ്റിംഗ് വരുന്നത് വരെ ഇന്ന് ദഅവാ സമിതിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവുക അൽ-ഇസ്ലാഹ് മാസിക സക്കരിയ സലാഹി കൈവശപ്പെടുത്തും എന്നുള്ളതായിരിക്കാം, അല്ലാഹു അലം. എന്തായാലും സക്കരിയ സലാഹി ഈ തീരുമാനം പറഞ്ഞപ്പോൾ എല്ലാവരും അതിനെ ഒറ്റക്കെട്ടായി പ്രോത്സാഹിപ്പിക്കുകയും ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. അതുതന്നെയാണ് നമുക്ക് ആവശ്യം. അൽ-ഇസ്ലാഹ് മാസിക നമ്മുടെ പൊതുശത്രുവിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായി നമുക്ക് ഇനിയും ഉപയോഗിക്കാം. നമുക്ക് ഈ വിഷയങ്ങൾ അൽ-ഇസ്ലാഹ് മാസിക ഇടപെടേണ്ടതില്ല എന്ന് എല്ലാവരും തീരുമാനിച്ചു. ഐക്യകണ്ഠേന ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. രണ്ടാമത് സക്കരിയ സലാഹി പറഞ്ഞ ഒരു തീരുമാനം ആ മീറ്റിംഗിൽ, ഞാനിനി നാട്ടിൽ അധികകാലം ഉണ്ടാവില്ല, എനിക്ക് പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകേണ്ടതുണ്ട്, അതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇത്രയും കാലം ഞാനാണ് മാസിക നടത്തിയത്, അമീറാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തെങ്കിലും അതിന്റെ എല്ലാ മറ്റുള്ള നടത്തിപ്പൊക്കെ ഞാനായിരുന്നു. ഇനി ഞാൻ പോയാലും മാസികക്ക് പ്രശ്നം വരരുത്, മാസിക മുന്നോട്ട് പോകണം, നമ്മുടെ മാസികയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാസിക മുന്നോട്ട് പോകണം. അങ്ങനെയാകുമ്പോൾ എനിക്ക് ബദൽ ഇനി ഫൈസൽ മുസ്ലിയാർ മാസിക നടത്തട്ടെ എന്നുള്ള നിർദ്ദേശമാണ് സക്കരിയ സലാഹി മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശത്തെയും ഫൈസൽ മുസ്ലിയാർ അല്ലാത്തവരെല്ലാവരും അംഗീകരിച്ചു. ഫൈസൽ മുസ്ലിയാർ അത് എതിർക്കാൻ കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹം ദഅവാ രംഗത്ത് സജീവമായി നിൽക്കുന്ന സമയമാണ്. ജാമിയ അൽ-ഹിന്ദിന്റെ പ്രൊജക്ടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനു പുറമെ ഇപ്പോൾ ഈ ഭാരം കൂടി താങ്ങാൻ വയ്യ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം എതിർത്തത്. എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ട് ഫൈസൽ മുസ്ലിയാരെയും നിങ്ങൾ തന്നെയാണ് നടത്താൻ അതിനുള്ള അനുയോജ്യനായ ആള്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് നമ്മൾ മിനിറ്റ്സിൽ എഴുതിയ തീരുമാനം എഡിറ്റോറിയൽ
ചീഫ് എഡിറ്ററായി ബഷീർ സലഫിയെ തെരഞ്ഞെടുത്തു. എഡിറ്റോറിയൽ ബോർഡിൽ സക്കരിയ സുലാഹിയുടെ അഭാവത്തിൽ കാര്യങ്ങൾ നടത്താൻ ഫൈസൽ മുസ്ലിയാരെ ചുമതലപ്പെടുത്തിയെന്നാണ്. സത്യത്തിൽ സക്കരിയ സുലാഹിയുടെ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ സക്കരിയ സുലാഹി എന്നൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. അദ്ദേഹം ഈ മാസികയുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് മാസികയുടെ എതിർപ്പുണ്ടായിട്ടല്ല. അന്ന് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത് പിന്നീട് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അതായത് സക്കരിയ സുലാഹി ഇനി മാസികയുടെ തലപ്പത്തുണ്ടായി കഴിഞ്ഞാൽ ഈ ദേവാസമിയുടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സഹകരണം കുറയും എന്ന് ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ സമയത്ത് 2013 ഡിസംബർ മാസം നാം മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഏകദേശം 1 ലക്ഷത്തിലധികം മാസികക്ക് കടമുണ്ടായിരുന്നു. 5 മാസത്തോളം ആയി എനിക്കന്ന് ശമ്പളം കിട്ടിയിട്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് മാസികയുടെ ആ മീറ്റിംഗ് നടക്കുന്നത്. ഏതായാലും ഫൈസൽ മുസ്ലിയാരെ നടത്താൻ തീരുമാനിച്ച റാഹത്തായി ആ മീറ്റിംഗ് പിരിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം UAE നമ്മുടെ പ്രധാനപ്പെട്ട ഈ മാസികയുമായി സഹകരിച്ച് അന്ന് സ്റ്റാഫിന് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞവരിൽ പെട്ട ഒരാള് വിളിച്ചു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണോ അദ്ദേഹം എന്നെ വിളിച്ചതാണോ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് മാസികയുടെ നിലപാട്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. മീറ്റിംഗ് തീരുമാനിച്ച തീരുമാനം ഇതാണ്. മാസിക ഈ വിഷയത്തിൽ വിവാദങ്ങളിൽ ഇടപെടേണ്ട എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൊതുശത്രുവിനെതിരിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി അൽഹംദുലില്ലാഹ് അത് തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു, അൽ-ഇസ്ലാം മാസിക സക്കരിയ സുലാഹിന്റെ കൂടെ പോകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തീരുമാനം നല്ല തീരുമാനമാണ്. നമ്മുടെ പൊതുശത്രുവിനെതിരെയുള്ള ഒരു ആയുധമായി നമുക്ക് മാസിക മുന്നോട്ട് കൊണ്ടുപോകാം. ഇനിയും ഞങ്ങളുടെ സഹായ സഹകരണങ്ങൾ മാസികക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ വ്യക്തി ഫോൺ വെച്ചു. പക്ഷേ അതിനുശേഷം പിന്നീട് 4 മാസക്കാലം സ്റ്റാഫിന് കൊടുക്കാനുള്ള ശമ്പളം അവർ തന്നില്ല. ഒന്നാമത്തെ പീഡനം തുടങ്ങുന്ന അവിടെ നിന്നാണ്. 5 മാസത്തോളമായി എനിക്ക് ശമ്പളം കിട്ടിയിട്ട് അതിന് പുറമെ 4 മാസത്തെ സ്റ്റാഫിന് കൊടുക്കാനുള്ള ശമ്പളം പിന്നീടുള്ള 4 മാസം തന്നില്ല എന്ന് മാത്രമല്ല, ആ ശമ്പളം പോലും ഞാൻ കടം വാങ്ങി കൊടുക്കേണ്ടി വന്നു. അതവർ തരാം, അമീർ കൊടുത്തോ, ഞങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞ പൈസ ആയിരുന്നു. അക്കാലഘട്ടത്തിൽ ആ സമയത്ത് ഇന്നും ദേവാസമിയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രമുഖ വ്യക്തി, വിദേശത്തുള്ള പ്രമുഖ വ്യക്തി എന്നെ വിളിച്ചിട്ട് ചോദിച്ചത്, അൽ-ഇസ്ലാം മാസികയുടെ സക്കരിയ ഇനി വിഷൻ ചീറ്റുമോ എന്നാണ് ചോദ്യം. അദ്ദേഹത്തോട് ഞാനൊന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ് നല്ല തീരുമാനമാണ്, ഇനി ഞങ്ങളെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞതിന് ശേഷം പിന്നീട് മീറ്റിംഗ് കൂടിയിട്ടേയില്ല എന്നാണ് മാലിക് പറഞ്ഞ കളവ്. പിന്നെ മീറ്റിംഗ് കൂടിയത്, മാലിക് ഈ സംസാരം കേൾക്കുമെന്ന് എനിക്കറിയാം, കുറിച്ചു വെച്ചോ, 2014 ഫെബ്രുവരി 21 വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് മലപ്പുറം സലഫി സെന്ററിലാണ് പിന്നീട് മീറ്റിംഗ് നടന്നത്. ആ മീറ്റിംഗ് ഞാൻ മാലിക്കിനോട് പറഞ്ഞിട്ടുണ്ട്. അതേപ്പോ ദേവാരംഗത്ത് മുഖാമുഖങ്ങളും വാദപ്രയോഗങ്ങളൊക്കെ കൂട്ടി നടക്കുന്നതിനിടയിൽ മറന്നുപോയതായിരിക്കും. ഈ ചെറുപ്രായത്തിൽ അദ്ദേഹത്തിന് അൽസമേഴ്സിനുള്ള രോഗം വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിനോടൊന്ന് മീറ്റിംഗ് പറഞ്ഞു, അദ്ദേഹത്തിന് എന്തൊരു പ്രോഗ്രാം ഉണ്ട്, മീറ്റിംഗിന് വരാൻ കഴിയില്ല എന്നോട് പറഞ്ഞു. ഷാഫി സലാഹിയോട് പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബഷീർ സലഫി പോളപ്പോയിലോട് പറഞ്ഞു, അദ്ദേഹത്തിന് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ മീറ്റിംഗിൽ പങ്കെടുത്തത് ഞാന്, ഫൈസൽ മുസ്ലിയാർ, അബ്ദുൽ ഖാദർ കുണ്ടോട്ടി അഥവാ ഖാദർ ബായി, അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ. ആ മീറ്റിംഗിൽ ഞാൻ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു, ഫൈസൽ മുസ്ലിയാരെ, മാസികയുടെ കാര്യം അവതാളത്തിലാണ്. ഏകദേശം 1.5 ലക്ഷം രൂപയോളം പ്രസിൽ കൊടുക്കാനുണ്ട്. എനിക്കാണെങ്കിൽ ഒരു 7-8 മാസമായി ശമ്പളം കിട്ടിയിട്ട് 7 മാസത്തോളമായി എന്റെ ഓർമ്മ. ഇത്തരത്തിൽ അടുത്ത മാസം മാസിക ഇറങ്ങണമെങ്കിൽ പ്രസിൽ പൈസ കൊടുക്കണം. മാസിക അല്ലെങ്കിൽ ഇറക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും? സ്റ്റാഫിന് ശമ്പളം കൊടുത്തൊന്നും കടം വാങ്ങി കൊടുത്തൊന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തോട് പറയേണ്ട വിഷയമല്ല, അത് UAE-ക്കാർ ഏറ്റ വിഷയമായിരുന്നു. എന്തായാലും ഈ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ഫൈസൽ മുസ്ലിയാർ ആദ്യം പറഞ്ഞ മറുപടി, നമുക്കിപ്പോഴും ആശങ്കയുണ്ട്, ജനങ്ങളോട് നമ്മുടെ പ്രവർത്തകരോട് പണം ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അൽ-ഇസ്ലാം മാസിക സക്കരിയ സുലാഹിയുടെ കൂടെ പോകുമോ എന്ന ആശങ്ക നമുക്കുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മറുപടി. ഇതൊന്നും ഫൈസൽ മുസ്ലിയാർ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അന്ന് ഞാൻ ചോദിച്ചു, ഫൈസൽ മുസ്ലിയാരെ, എന്ത് ന്യായമാണ് നിങ്ങൾ പറയുന്നത്? ഒന്ന്, അൽ-ഇസ്ലാം മാസിക ഈ വിവാദത്തിൽ ഇടപെടേണ്ടതില്ല എന്ന ആദ്യത്തെ നിർദ്ദേശം വെച്ച് സക്കരിയ സുലാഹിയാണ്. 2, ഇനി അത് ഫൈസൽ മുസ്ലിയാർ നടത്തട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയത് സക്കരിയ സുലാഹിയാണ്.
ഒരിക്കൽ പോലും ഈ കഴിഞ്ഞ 10 വർഷക്കാലം അൽ-ഇസ്ലാഹ് മാസിക ഞാനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്, അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്റെ കൂടെ മാസിക നിൽക്കണം എന്നൊരു സംസാരം ആ മീറ്റിംഗിലോ അതിനു മുമ്പുള്ള വ്യക്തിപരമായ സംഭവം എന്നോടും സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. പിന്നെ ദർശനം പ്രസിദ്ധീകരണത്തിൽ ഇപ്പോഴുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ലേഖനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നുവരെ അൽ-ഇസ്ലാഹ് മാസികയിൽ ഒരു അക്ഷരം പോലും എഴുതിയിട്ടില്ല. നമുക്കൊരു മറുപടി ഇല്ലായിട്ടല്ല, ഇന്നുവരെ എഴുതിയിട്ടില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മാസിക സക്കരിയ സലാഹിയുടെ കൂടെ പോകുമോ എന്ന് നിങ്ങൾ പറയാൻ കാരണം? ഞാൻ അത്യാവശ്യം കുറച്ച് വൈകാരികമായാണ് സംസാരിച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം ഞാൻ ആ സമയത്ത് 1.5 വർഷത്തോളം പ്രസ്സിൽ കറണ്ട് ഇതെല്ലാം എന്റെ തലയിലാണ്. 7 മാസത്തോളമായി എനിക്ക് ശമ്പളം കിട്ടിയിട്ട് ഞാൻ വളരെ തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ആ ശമ്പളം പോലും 7 മാസമായി മുടങ്ങിയാലുള്ള അവസ്ഥ എന്താണ് എന്നത് ഒരു സാധാരണക്കാരനായ ആളുകൾക്ക് ലക്ഷങ്ങൾ കൊണ്ടും കോടികൾ കൊണ്ടും അമ്മാനമാടുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു സാധാരണക്കാരന് മനസ്സിലാവൂത്. തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ഒരാൾ 7 മാസത്തോളം ശമ്പളം മുടങ്ങിയാലുള്ള അവസ്ഥ എന്തായിരിക്കുന്നുള്ളത്. അന്ന് ഞാൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ഞാൻ ഈ സംസാരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് പറയേണ്ട ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാനത് പറഞ്ഞു, ഇനി എന്താണ് ഫൈസൽ മുസ്ലിയാർ എന്ന് പറയുന്ന ന്യായം? അങ്ങനെ ഞാൻ സംസാരിച്ച സമയത്ത് ഫൈസൽ മുസ്ലിയാർ അവസാനോട് ചോദിച്ചു, ശരി നമുക്കൊരു 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പ്രസ്സിൽ കൊടുത്താൽ അടുത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം, 50,000 കൊടുത്തു കഴിഞ്ഞാൽ പ്രസ്സിൽ പിടിച്ചു നിൽക്കാം. ശരി നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ടാണ് മീറ്റിംഗ് പിരിഞ്ഞത്. ഈ മീറ്റിംഗ് നടക്കുന്നത് പഴയ മീറ്റിംഗ് കഴിഞ്ഞ് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ട്, കൃത്യം 2 മാസം. മാലിക് പറഞ്ഞത് മീറ്റിംഗ് നിരന്തരമായിട്ട് വിളിക്കാൻ പറഞ്ഞത് പിന്നെ മീറ്റിംഗ് കൂടിയില്ലാന്നാ പറഞ്ഞത്. ഈ മീറ്റിംഗ് 50,000 രൂപ നമുക്ക് സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞ് ഫൈസൽ മുസ്ലിയാർ പോയതിന്റെ ശേഷം പിന്നീട് 7 മാസക്കാലത്തോളം ആ പൈസ കിട്ടുമോ ഇല്ലേ എന്ന് ഫൈസൽ മുസ്ലിയാറിനോട് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. ഇതാണ് സത്യം. അൽ-ഇസ്ലാഹ് മാസികയുടെ ഒരു കാര്യം അന്വേഷിക്കാൻ ഫൈസൽ മുസ്ലിയാർ എന്നെയും വിളിച്ചിട്ടില്ല, ഞാൻ അദ്ദേഹത്തെയും വിളിച്ചിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ വിളിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിനിടയിൽ ദഅവാ സമിതിയുടെ തലപ്പത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളോട് വ്യക്തിപരമായി അൽ-ഇസ്ലാഹ് മാസികയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. അതിലൊന്നാണ് ബഹുമാനനായ ഹുസൈൻ സലഫി. ബഹുമാനനായ PN അബ്ദുൽ ലത്തീഫ് മദനിയോട് കോഴിക്കോട് വെച്ച് അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ഷബീറിന്റെ ക്ലിനിക്കിൽ വെച്ച് ഞാൻ വിശദമായി സംസാരിച്ചിട്ടുണ്ട് മാസികയുടെ കാര്യങ്ങൾ. അദ്ദേഹം വളരെ നല്ല മറുപടിയാണ് എന്നോട് പറഞ്ഞത്, നല്ല രീതിയിലുള്ള സമീപനമാണ് എന്നോട് സംസാരിച്ചത്. നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ബഹുമാനായ ഹുസൈൻ സലഫി ആ സമയത്ത് എന്നെ വിളിച്ചു. അദ്ദേഹം നാട്ടിൽ വരുമ്പോഴൊക്കെ വിളിക്കാറുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്, നല്ല ബന്ധമായിരുന്നു. ഞാൻ ഹുസൈൻ സലഫി എങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെന്നെ വിളിച്ച് സംസാരിച്ച എല്ലാ ലോകങ്ങളും ചോദിച്ചതിന് ശേഷം ചോദിച്ചു, എന്താണ് അമീറിന്റെ നിലപാട് ഈ വിഷയങ്ങളിൽ? അപ്പൊ ഒരുപാട് സംസാരമുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ നിലപാട് അല്ല, അമീറിനെ ഇപ്പൊ പഴയ പോലെ രംഗത്തൊന്നും കാണാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഏത് രംഗത്താണ് മുമ്പുണ്ടായിരുന്നത്? ഞാനൊരു പണ്ഡിതനല്ല, പ്രാസംഗികനല്ല, അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ഞാൻ ഉണ്ടായിട്ടില്ല. ഞാനുണ്ടായിരുന്ന അൽ-ഇസ്ലാഹ് മാസികയുടെ രംഗത്താണ്, ആ രംഗത്ത് ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാനുള്ളത് വല്ല വാദപ്രയാസത്തിന് മധ്യസ്ഥം വഹിക്കാൻ അല്ലെങ്കിൽ വ്യവസ്ഥ എഴുതാനോ പോകും, ആ രംഗത്ത് ഞാനുണ്ട്. കാരണം ഈ സംസാരം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പാണ് നന്ദി വാദപ്രയാസം കഴിഞ്ഞതിന്റെ ഓർമ്മ. ആ വാദപ്രയാസത്തിൽ ഞാനുണ്ടായിരുന്നല്ലോ ഹുസൈൻ സലഫി. അപ്പൊ സലഫിനോട് ചോദിച്ചു, നന്ദി വാദപ്രയാസത്തില് അമീർ ഓഡിയൻസിന്റെ അടിയിലിരുന്ന് എന്തുകൊണ്ട് സ്റ്റേജിലിരുന്നില്ല? ഞാൻ പറഞ്ഞു, 10 പണ്ഡിതന്മാരാണ് സ്റ്റേജിലിരിക്കേണ്ടത്. 10 പണ്ഡിതന്മാർ സ്റ്റേജിലുണ്ടായിരുന്നു, ഞാൻ പണ്ഡിതനല്ലല്ലോ. ഈ പണ്ഡിതനല്ല പിന്നെ സ്റ്റേജിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കും. എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഓഡിയൻസിന്റെ മുമ്പിലിരുന്നു. എന്നാലും സലഫി പറഞ്ഞു, എന്നാലും അല്ല, അമീറിനെ പഴയതുപോലെ രംഗത്ത് കാണുന്നില്ല. ഞാൻ പറഞ്ഞു, എന്ത് സലഫി, ഞാനും ഫൈസൽ മുസ്ലിയാർ 2 ദിവസം മുമ്പാണ് പരപ്പനങ്ങാടി പരീക്കത്തുകാരുമായി വാദപ്രയാസത്തിന് പോയത്. ഒരു പള്ളിയിൽ വെച്ച്, നമ്മുടെ പള്ളിയിൽ വെച്ച് ഞാനും ഫൈസൽ മുസ്ലിയാർ രാത്രി 1 മണി വരെ 12 മണി വരെ വാദപ്രയാസം നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച ഞങ്ങൾ ഒറ്റപ്പാലം ഭാഗത്ത്, ചെറുപ്പശ്ശേരി ഭാഗത്ത് APF റാഫികളുമായി എന്തോ ഒരു വാദപ്രയാസത്തിന് പോകണമെന്ന് ഫൈസൽ മുസ്ലിയാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ റെഡിയാണ്, പോകാൻ റെഡിയാണ്. ഈ രംഗത്തൊക്കെ മുമ്പ് ഞാൻ ഉണ്ടായിട്ടുള്ളൂ, ഇപ്പോൾ ഞാൻ ആ രംഗത്തുണ്ട്. പക്ഷെ എന്റെ ആ വിശദീകരണമൊന്നും സലഫിക്ക് തൃപ്തിയായില്ല. അല്ല, അമീർ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ നിലപാട് സ്വീകരിക്കണം. സക്കരിയാന്റെ കൂടെ സത്യമെങ്കിൽ അവിടെ നിൽക്കണം, അതല്ലെങ്കിൽ ഇവിടെ നിൽക്കണം. ഈ 2 ഭാഗത്ത് നിൽക്കുന്ന ഈ നിലപാട് നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടൂല എന്നൊക്കെ പറഞ്ഞ് സലഫി അമീറിനെ 2 കൂട്ടരും വിശ്വസിക്കാതാവും. ഞാൻ പറഞ്ഞു, ഇത് എന്റെ നിലപാട്, അമീർ എന്നുള്ളൊരു വ്യക്തിന്റെ നിലപാടിന് കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. അൽ-ഇസ്ലാഹ് മാസികയിലെ അമീറിന്റെ നിലപാടിനാണ് പ്രസക്തിയുള്ളത്. അൽ-ഇസ്ലാഹ് മാസികയിലൂടെ അമീർ ഒരു ലേഖനം എഴുതുമ്പോൾ ആ നിലപാടിന് പ്രസക്തിയുണ്ട്. അപ്പൊ അൽ-ഇസ്ലാഹ് മാസിക ഈ വിഷയത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചാൽ മതിയെന്ന് നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ്. ആർക്കും എതിർപ്പുണ്ടായില്ല. പിന്നെന്താ എന്റെ നിലപാടിന് പ്രസക്തി? എന്റെ നിലപാടിന് പ്രസക്തിയില്ലല്ലോ.
അപ്പൊ അത് പറഞ്ഞപ്പോഴും അല്ല അത് അമീർ വിഷയങ്ങൾ പഠിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാൻ സലഫിയോട് പറഞ്ഞു, സലഫി അൽ-ഇസ്ലാം മാസികന്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ സംസാരിച്ച കൂടുതൽ പറഞ്ഞു, രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയാണ് അൽ-ഇസ്ലാം മാസികയുള്ളത്. രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയിലാണ്, ലക്ഷങ്ങൾ കടമുണ്ട്. അപ്പോൾ സലഫി എന്നോട് പറഞ്ഞ സംസാരം, അമീറിന്റെ ഈ ബുദ്ധിമുട്ടും അൽ-ഇസ്ലാം മാസികയുടെ ബുദ്ധിമുട്ടും ഈ 2 ലക്ഷത്തോളം കടം വന്നു എന്ന് പറഞ്ഞ് എന്റെ ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ എന്റെ ഭാര്യക്കും കുട്ടികൾക്കും ചെലവ് നടത്തിയേക്കാവുന്ന കടല്ലത്. ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം ജനങ്ങളിൽ എത്തിക്കാൻ, ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ പ്രസ്ഥാനത്തിനും ആദർശത്തിനുമെതിരെ ഗൂഢമായി നീങ്ങുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ നടത്തിയ ദഅ്വാ സംരംഭമാണ് അൽ-ഇസ്ലാം മാസിക. ആ അൽ-ഇസ്ലാം മാസിക നടത്തിയതിന്റെ പേരിലാണ് എനിക്ക് 2 ലക്ഷത്തിൽ ചില കടം വന്നത്. അപ്പോൾ അത് എന്റെ കടമല്ല, പ്രസ്ഥാനത്തിന്റെ കടമാണ്. അത് വീട്ടേണ്ട ബാധ്യത പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ സലഫിനോട് പറഞ്ഞത്, അമീറിന്റെ ബുദ്ധിമുട്ടും മാസികയുടെ ബുദ്ധിമുട്ടും എല്ലാം നമുക്കറിയാം, നമ്മളോട് പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആളുകളോട് ചോദിച്ചാൽ പൈസയും കിട്ടും, പക്ഷേ നമുക്ക് ചോദിക്കാൻ നിവൃത്തിയില്ല. അമീർ നിലപാട് വ്യക്തമാക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ വളരെ വേദനയോടുകൂടി പറയട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു വാചകമായിരുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ജനങ്ങൾ മനം മടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളോട് നമുക്ക് പൈസ ചോദിച്ചാൽ ജനങ്ങൾ പൈസ തരില്ല എന്നല്ല സലഫി പറഞ്ഞത്. നമ്മൾ ചോദിച്ചാൽ പൈസ തരും, പക്ഷെ നമുക്ക് ചോദിക്കാൻ നിവൃത്തില്ല എന്ന് പറഞ്ഞത്. അതുപോകട്ടെ, ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നടന്ന ഒരു സാഹചര്യം ഇത് പല സമയത്തായിട്ട് നടന്നപ്പോ ഇനി ഫൈസൽ മുസ്ലിയാർ വിളിച്ചാലും ഇത് തന്നെയായിരിക്കും പറയാനുണ്ടായിരുന്ന മറുപടി എന്ന് കരുതി ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. പിന്നെ ഈ മാസിക മാസങ്ങളോളം 7-8 മാസം മുന്നോട്ട് പോയി. മാലിക് പറഞ്ഞല്ലോ, അവരായിട്ട് ഒരു ബന്ധമില്ലാതെ മുന്നോട്ട് പോയി ഞാൻ തട്ടിയെടുത്തു, അങ്ങനെയൊക്കെയുള്ള മാലിക് പറഞ്ഞത്. തട്ടിയെടുത്തു എന്നൊക്കെ മാലിക് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാല് റോഡിലൂടെ അല്ല സ്ത്രീകൾ നടന്നു പോകുമ്പോ ഇപ്പൊ പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ, ബൈക്കിലൂടെ 2 ആളുകൾ വന്നിട്ട് നിർത്തിയിട്ട് മാല തട്ടിയെടുക്കുന്ന രംഗം. ഇതുപോലെ ഇവിടെ കഴിയുന്ന പോലെ അൽ-ഇസ്ലാം മാസികന്റെ രേഖ ഞാൻ തട്ടിപ്പുറച്ച് ഓടി എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നത്. ഞാൻ തട്ടിയെടുത്തു എന്നാണ് പറഞ്ഞത്. അവരുടെ കൂടെ നിൽക്കുന്ന ദേവാസമിയുടെ കൂടെ നിൽക്കുന്ന പണ്ഡിതന്മാരുമായി ഒരു ബന്ധവുമില്ലാതെ ഏകപക്ഷീയമായി തട്ടിയെടുത്ത എന്ത് സലഫിയത്താണുള്ളത്? അദ്ദേഹം ദേവാസമിയുടെ കൂടെ നിൽക്കുന്ന ആളാണല്ലോ നമ്മുടെ കുണ്ടോട്ടി ഖാദർബായി അഥവാ അബ്ദുൽ ഖാദർ കുണ്ടോട്ടി. ഒന്ന് വിളിച്ച് ചോദിക്കണം മാലിക്. അദ്ദേഹമാണ് കഴിഞ്ഞ 10 വർഷക്കാലം മാസികയുടെ ലേഖനങ്ങൾ പരിശോധിച്ചിരുന്നത്. ഈ വിവാദം നടന്ന് സക്കരിയ സലാഹി ഈ അൽ-ഇസ്ലാം മാസികയിൽ നിന്ന് പോയതിനു ശേഷവും മാസങ്ങളോളം മാസികയുടെ ലേഖനങ്ങൾ പരിശോധിച്ചത് കുണ്ടോട്ടി ഖാദർബായിയാണ്. ശരിയല്ലേ എന്നുള്ളത് മാലിക് സലഫിക്ക് കുണ്ടോട്ടി ഖാദർബായിയോട് ചോദിക്കാം. മാലിക്കിന്റെ വീടും ഖാദർബായിന്റെ വീടും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഒന്ന് ഫോണിൽ വിളിച്ച് ചോദിക്കും. നിരന്തരമായി അദ്ദേഹമായിരുന്നു ലേഖനം പരിശോധിച്ചിരുന്നത്. മാത്രമല്ല, ബഹുമാനായ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം അൽ-ഇസ്ലാം മാസികയിൽ വന്നിരുന്നു. ഷമീർ മദീനയുടെ ലേഖനം വന്നിരുന്നു. മാലിക്കിനോട് കഴിഞ്ഞ 4-5 മാസം മുമ്പ് വരെ സക്കരിയ സലാഹി ഈ വീണ്ടും മാസിക ഏറ്റെടുക്കുന്നതിന്റെ തലേ മാസം മുമ്പ് വരെ മാലിക് സലഫിയോട് ഞാൻ ലേഖനം ചോദിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ലേഖനം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈസൽ മുസ്ലിയാർ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാനിത് ആവർത്തിച്ച് പറയാൻ കാരണം ഇതിനിടയിൽ തന്നെ നടക്കുന്ന വലിയൊരു കുപ്രചരണം. എന്താണ് കുപ്രചരണം? ദേവാസമിതിയുടെ ആളുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്, അൽ-ഇസ്ലാം മാസികയുമായി ഇനി നമ്മൾ സഹകരിക്കേണ്ടതില്ല. എന്താ കാരണം? ദേവാസമിതിയുടെ പണ്ഡിതന്മാർ ലേഖനം എഴുതി കൊടുത്തിട്ട് അമീർ ആ ലേഖനം നിരസിച്ചു, ലേഖനം തള്ളി. ഇത് പ്രചരിപ്പിച്ചിട്ടില്ലേ? ഉണ്ടോ? ഇത് കൃത്യമായ തെളിവ് ഞാൻ പറയാം, പേരടക്കം. പല ഭാഗത്തുനിന്നും എനിക്കിത് ഫോൺ വന്നിട്ടുണ്ട്. അമീർ ലേഖനം, ദേവാസമിതിയുടെ പണ്ഡിതന്മാർ ലേഖനം എഴുതി കൊടുത്തിട്ട് അമീർ ലേഖനം സ്വീകരിച്ചില്ല, തള്ളി എന്നുള്ളത്. അൽ-ഇസ്ലാം മാസികയോളമായുള്ള ഒരു ഏജന്റാണ് കണ്ണൂർ ജില്ലയിലെ എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് മുത്തലിബ് എന്ന് പറഞ്ഞ മനുഷ്യൻ. ഇന്നും അദ്ദേഹം അതിന്റെ ഏജന്റാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് വളരെ നിഷ്കളങ്കനായ സാധുവായ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ, വളരെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, പാവം മനുഷ്യൻ. അദ്ദേഹം ഇതിനിടയിൽ ഒരു 5 മാസം മുമ്പ് എന്നെ ഒരിക്കൽ വിളിക്കുകയുണ്ടായി. വിളിച്ചിട്ട് ചോദിച്ചു, അമീർക്ക് ഇങ്ങനൊരു പ്രചാരണം കേൾക്കുന്നുണ്ട്, നിങ്ങൾ പണ്ഡിതന്മാര് ദേവാസമിയുടെ പണ്ഡിതന്മാർ ലേഖനം തന്നിട്ട് നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല എന്നുള്ള പറയണത്. ഞാൻ പറഞ്ഞു, മുത്തലിബിക്ക് ആരാണ് ഇങ്ങോട്ട് പറഞ്ഞത്? പറഞ്ഞ ആള് എന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ ഫോൺ കൊടുക്ക്. ഫോൺ കൊടുത്തു. അവിടെയുള്ള കൂട്ടത്തിലുള്ള ഇത് ഈ മുത്തലിബ് എട്ടിക്കുളം എന്ന് പറയുന്ന ആള് ദേവാസമിയുടെ കൂടെ നിൽക്കുന്ന ആൾ ഇന്ന് വിളിച്ചു ചോദിക്കാം, ഇങ്ങനെ സംസാരം ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ ചോദിച്ചു, സുഹൃത്തെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ന്യൂസ് കിട്ടിയത്? അൽ-ഇസ്ലാം മാസികക്ക് ലേഖനം എഴുതി തന്നിട്ട് ദേവാസമിയുടെ പണ്ഡിതന്മാർ ലേഖനം എഴുതി തന്നിട്ട് അത് ഞാനത് നിരസിച്ചു, തള്ളിക്കളഞ്ഞുള്ള ആരാണ് നിങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞത് കേട്ടു?
ഇത് ജിബ്രീൽ ആകാശത്തിന് വഹി ഒരു അസരീര് കൊടുക്കുമല്ലോ. ഇത് ഏതെങ്കിലും വ്യക്തി പറഞ്ഞതായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ വ്യക്തിന്റെ പേര് പറ, ആരാണെന്ന് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് ചോദിച്ചും ആ പേര് പറയാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അപ്പൊ ഇത്തരത്തിൽ ഞാൻ ഉദാഹരണം പറയാൻ കാരണം ഇത്തരത്തിലുള്ള ഇതൊരു വിശ്വാസതയ്ക്കും വേണ്ടി ഞാൻ ആളെ പേരടക്കം പറയുന്നത് വിളിച്ചു ചോദിക്കാം. ഇത്തരത്തിലുള്ള കുപ്രചനം കേരളത്തിൽ മുഴുവൻ നടന്നിട്ടുണ്ട്. ഈ കുപ്രചനം നടക്കുന്ന സമയത്തും ദേവാസമിയുടെ കൂടെ നിൽക്കുന്ന അബ്ദുൽ ജബ്ബാർ മൗലവിയോടും മാലിക് സലഫിയോടും ഷമീർ മദീനിയോടും ഞാൻ ലേഖനം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് വസ്തുത എന്നിരിക്കെ ഇതിന് വിരുദ്ധമായി മാലിക് സലഫി പച്ചക്കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ 7-8 മാസക്കാലം വീണ്ടും പോയി ഇസ്ലാം മാസികയുടെ കടങ്ങൾ വീണ്ടും അധികരിച്ചു. 2 ലക്ഷത്തിലധികം പ്രസ് കടങ്ങളായി. DTP സെന്റർ പ്രസ് ഓഫീസിന്റെ വാടക എല്ലാം കൂടി 2 ലക്ഷത്തിലധികം കടങ്ങളായി. എനിക്കാണെങ്കിൽ 8 മാസത്തോളമായി ശമ്പളം കിട്ടിയിട്ട് പിന്നെ UAE-ക്കാർ ഏറ്റവും പൈസ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാന്ന് പറഞ്ഞ പൈസ 3-4 മാസത്തെ പൈസ ഞാൻ കടം വാങ്ങി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം ഞാനൊരു സമ്പന്നനല്ല. ഞാനൊരു വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന വളരെ തുച്ഛമായ ശമ്പളം ജീവിക്കുന്ന ഒരാളാണ്. എന്റെ തലയിലാണ് ഈ കടം വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവ് കൊടുത്ത് കടന്നത്. ഇങ്ങനെ കടം വന്ന് അധികരിച്ച് ഞാൻ വളരെ മാനസികമായി പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അപ്പോൾ ഞാൻ മാസിക നിർത്തിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു കേരളത്തിലേക്ക് ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എല്ലാവർക്കും അറിയാം ഒരു മാസികയുടെ ലൈസൻസ് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ്. അൽ ഇസ്ലാം മാസികയുടെ ലൈസൻസ് കിട്ടിയതിന് ഏകദേശം 1 ലക്ഷത്തിലധികം രൂപ ചെലവാക്കി ഒരാളെ 2 പ്രാവശ്യം ഡൽഹിയിലേക്ക് പറഞ്ഞയച്ച് ഡൽഹിയിൽ നിന്ന് അതിന്റെ രജിസ്ട്രേഷൻ കിട്ടി. പിന്നീട് അതിന്റെ നിയമവശങ്ങൾ ഒരുപാട് SP-യുടെ ഒപ്പ്, വിജിലൻസിന്റെ അന്വേഷണം, അതുപോലെ കളക്ടറുടെ ഒപ്പ്, പിന്നെ MLA-യുടെ കത്ത്, ഇതൊക്കെ സംഘടിപ്പിച്ച് 1.5 വർഷക്കാലം ഇതിന്റെ പിന്നാലെ നടന്നിട്ട് എനിക്ക് ഇതിന്റെ ലൈസൻസ് കിട്ടിയത്. അത്തരത്തിൽ കിട്ടിയ ഇതിന്റെ നിയമം റെഗുലറായി ഇറങ്ങുന്ന ഒരു സാധനം, ആ സാധനം പിന്നെ ഒരു മാസികയായാലും വാരികയായാലും അത് 1 ലക്കം ഇറങ്ങിയില്ലെങ്കിൽ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ലൈസൻസ് കട്ടായി പോകും. അങ്ങനെ കട്ടാകരുത് എന്ന് വിചാരിച്ച് ഞാൻ കടം വാങ്ങി ഇത് നടത്തിക്കൊണ്ടുപോയി. പിന്നീട് കടം അധികരിച്ച് എന്റെ തലക്കും കടമായപ്പോൾ ഏകദേശം എല്ലാ കടങ്ങളും കൂടി 3 ലക്ഷത്തിന്റെ അടുത്ത് കടമായപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് 3 ലക്ഷം. അവസാനം ഇത് മാസിക നിർത്തുകയല്ലാതെ രക്ഷയില്ല. ഈ കടങ്ങൾ വീട്ടാൻ എനിക്ക് വിദേശത്ത് വല്ല ജോലിക്കും ശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്ന് വിചാരിച്ച് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ വിദേശത്തുള്ള എന്റെ ചില സുഹൃത്തുക്കളോട് എന്റെ ജോലിയുടെ കാര്യം പറയുകയും ഇനി നിർത്തുകയല്ലാതെ രക്ഷയില്ല. ഇതൊക്കെ എന്റെ നാട്ടിലെ പ്രവർത്തകർക്ക് അറിയാം, പല പ്രവർത്തകർക്കും. അങ്ങനെ അവസരത്തിൽ മാസിക നിർത്തുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോ എനിക്കിതിനെക്കുറിച്ച് അന്ന് സംസാരിക്കാൻ സക്കരിയാസിലായിയോട് ഞാൻ വിളിച്ചു. കാരണം അദ്ദേഹം ഈ മാസിക ഇക്കോളത്തിലാക്കാൻ ഒരുപാട് പ്രയത്നിച്ച ആളാണ്. ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്വലായി ഇനി എന്നെ കൂടി നടത്തിക്കൊണ്ടാൻ കഴിയില്ല, ഞാൻ നിർത്തുന്ന മാസിക. ഞാനിങ്ങനെ നിർത്തണം എന്ന് തന്നെ ആയിരിക്കാം ഇതിനെ ബഹിഷ്കരിച്ചവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക, അതുപോട്ടെ. ഇനി ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞതിന് ശേഷം മലപ്പുറത്തെ അവസാന മീറ്റിംഗ് കൂടി 7 മാസം കഴിഞ്ഞതിന് ശേഷം 7-8 മാസം കഴിഞ്ഞ ശേഷം അപ്പൊ സ്വലാഹിനോട് പറഞ്ഞു, ഇനി നിർത്തേണ്ട, നമ്മൾ ഇത്രയും കാലം അവര് നടത്തട്ടെ എന്ന് വിചാരിച്ച് ഈ വിഷയങ്ങൾ ഇടപെടാൻ തീരുമാനിച്ചു. അവരെ നടത്തട്ടെ എന്ന് പറഞ്ഞ് പൈസ മുതലാരെ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാം ചെയ്തു. അവർ ബുദ്ധിയുള്ള ആളുകളാണ്, അവർ ചെയ്യേണ്ടിയിരുന്നത് ദേവാ സംരംഭത്തിനും വേണ്ടി മാസികയെ കൂടെ നിർത്തുക, അതിന് പകരം അവർ ബഹിഷ്കരിച്ചു. ഇനി അതിന്റെ പേരിൽ മാസിക നിർത്തരുത്, കാരണം ഇത്രത്തോളം ആയതിന്റെ പിന്നിൽ എനിക്കും ഒരുപാട് അധ്വാനമുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് നടത്താം, കടങ്ങൾ വീട്ടാനുള്ള മാർഗം നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 മാസക്കാലമായി സക്കരിയ സലാഹിയുടെ നേതൃത്വത്തിലാണ് വീണ്ടും മാസിക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ സക്കരിയ സലാഹി ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചു എന്ന ഒരു വാർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം എന്റെ കടങ്ങൾ ഇവിടെ കിട്ടുമല്ലോ. ഇത് ഞാൻ പല ആളും ദേവാസമിയുടെ കൂടെ നിൽക്കുന്ന ചില ആളുകളൊക്കെ പറഞ്ഞു, കുറച്ച് ഗൗരവത്തിൽ തന്നെ പറഞ്ഞപ്പോൾ അത് ഫൈസൽ മുസ്ലിയാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടായിരിക്കണം ഫൈസൽ മുസ്ലിയാർ എന്നെ വിളിച്ചു. എന്താണ് മാസികന്റെ കാര്യങ്ങൾ, നമുക്കൊന്ന് മീറ്റിംഗ് കൂടണ്ടേ എന്ന് ചോദിച്ചു 7 മാസത്തിന് ശേഷം. അപ്പൊ ഞാൻ അത് വലിയ താല്പര്യം കൊടുക്കാത്ത രീതിയിൽ ഞാൻ ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാവരും വിളിക്കട്ടെ എന്നുള്ള രീതിയിൽ മറുപടി പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫൈസൽ മുസ്ലിയാറിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി സക്കരിയ സലാഹി നടത്താന്ന് ഏറ്റിട്ടുണ്ട്. ഇനി ഇത്രയും കാലം ഞാൻ ഇതിന്റെ കടങ്ങളും കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു, എന്നെ ആസ്വദിപ്പിക്കേണ്ട ആളുകൾ എന്നെ കുത്തി നോക്കുകയാണ് ചെയ്ത്. അതുകൊണ്ട് ഇനി കടങ്ങളെല്ലാം സക്കരിയ സലാഹി ഏറ്റെടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് നടത്താൻ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. ഇതാണ് വസ്തുത. എന്നാൽ ഈ വസ്തുതകൾക്ക് വിരുദ്ധമായി മാലിക് പറഞ്ഞത് നിരന്തരമായി മീറ്റിംഗ് കൂടിയിരുന്നു. ഈ പ്രശ്നം വന്നതിന് ശേഷം നിരന്തരമായിട്ട് ഫൈസൽ മൗലവി എന്നെ വിളിച്ചിട്ട് ആവർത്തിച്ച് മീറ്റിംഗ് കൂടാൻ പറഞ്ഞിട്ട് ഞാൻ മീറ്റിംഗ് കൂടിയില്ല.
ഇസ്ലാമിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയില്ല. പിന്നെ വിളിച്ചപ്പോ പറഞ്ഞു ഇസ്ലാം മാസിക സാമ്പത്തിക ബാധ്യതയിലാണ്, അത് സ്വലാഹ് ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊന്നും മാലിക് പറഞ്ഞ പോലെ അത്ര ലളിതമല്ല കാര്യങ്ങൾ. ഇതിന്റെ ഇടയിലൊക്കെ ഈ ഒരു വർഷക്കാലം ഒരുപാട് സംഭവ വികാസങ്ങൾ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ആരോടും അനുവാദം ചോദിക്കാതെ സ്വന്തം പേരിലേക്ക് തീരെ ഇതിന്റെ സലഫിയത്ത് എന്താണെന്നാണ് മാലിക് ചോദിച്ചത്. മാലിക്കിനെ അറിയാച്ചെടുക്കും എന്റെ പേര് തന്നെയാണ് ഇസ്ലാം മാസിക ആദ്യം മുതലേ. തീരെ ഇതിന്റെ നിങ്ങളെ കയ്യിൽ നിന്ന് ആരും തട്ടിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. ഇസ്ലാം മാസികയുടെ പുതിയ ലൈസൻസ് കിട്ടിയപ്പോൾ അതിന്റെ കൃത്യമായി പറഞ്ഞാൽ 2019 അതിന്റെ ലൈസൻസ് കിട്ടിയ സമയത്ത് എന്റെ പേരിലാണ് മാസികയുടെ ഓണറും എഡിറ്ററും പ്രിന്ററും പബ്ലിഷറും മാനേജറും എല്ലാം ഞാനാണ്. എനിക്ക് ആരെയും തട്ടിയെടുക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇതിന്റെ വസ്തുത. ഇതിന് വിരുദ്ധമായിട്ടാണ് മാലിക് പറഞ്ഞതെല്ലാം പച്ചക്കളവുകളാണ്. 100% വെള്ളം ചേർക്കാത്ത കളവുകളാണ് മാലിക് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മാലിക് ഈ കളവ് പറയുന്നത്? നിങ്ങൾക്കൊരു പണ്ഡിതനല്ലേ, മരിച്ചു പോകേണ്ട, റബ്ബിന്റെ കോടതിയിൽ നിൽക്കണ്ടേ? എന്തിനാ, ആർക്ക് വേണ്ടിയാണ് ഈ കളവ് പറയുന്നത്? സംഘടനയെ സംരക്ഷിക്കാൻ ഇങ്ങനെ ചാവേറാകേണ്ടതുണ്ടോ? എനിക്ക് ചോദിക്കട്ടെ, തന്റെ പരലോകം കളഞ്ഞ് ഇങ്ങനെ ചാവേറാകേണ്ടതുണ്ടോ സംഘടനയ്ക്കും വേണ്ടി? അല്ലെങ്കിൽ തനിക്കിപ്പോൾ അന്നം തരുന്ന മുതലാളിമാരെ അവരുടെ സംതൃപ്തിക്ക് വേണ്ടി ഇത്തരത്തിൽ കളവ് പറയേണ്ടതുണ്ടോ? എന്തൊക്കെ കളവുകളാണ് അദ്ദേഹം പറഞ്ഞത്? അതൊരു പണ്ഡിതൻ, അദ്ദേഹം തന്നെ പറയാറുണ്ട്, കേരളത്തിലെ ഇമാം ബുഖാരിയുടെ ശിഷ്യനാണ് ഞാൻ. ഇമാം ബുഖാരി എന്റെ 20ാമത്തെ ഉസ്താദാണ്. കേരളത്തിൽ സനദുള്ള ഒരേ ഒരാൾ, ഇമാം ബുഖാരിയുടെ സനദുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. അദ്ദേഹം സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രമേ. അവസാനം കൂടി അൽ ഇസ്ലാമിന്റെ മീറ്റിംഗിൽ സക്കരിയാസിലായി വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് ചർച്ച വന്നപ്പോ മാലിക് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഈ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന നിങ്ങളെ ഞാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞു. കാരണം ഇമാം ബുഖാരിന്റെ സനദുള്ള ഒരേ ഒരാൾ കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞത്. അപ്പൊ ഇമാം ബുഖാരിയുടെ സനദുള്ള മഹാപണ്ഡിത താങ്കൾ ഇങ്ങനെ കളവ് പറയാൻ പാടുണ്ടോ? ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് ഈ കളവ് പറയുന്നത്? തന്റെ പുതിയ മേലാളന്മാർക്ക് വേണ്ടിയാണോ ഈ കളവ് പറയുന്നത്? അദ്ദേഹത്തെ ജാമ്യാലുണ്ട്, നല്ല ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന ശമ്പളമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നന്ദി കാണിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. സംഘടനയ്ക്ക് വേണ്ടി നന്ദി കാണിക്കേണ്ടി വരും, പുതിയ മേലാളന്മാർക്ക് വേണ്ടി നന്ദി കാണിക്കേണ്ടി വരും. അത് അദ്ദേഹം കാണിച്ചു കൊള്ളട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷേ ആ നന്ദി കാണിക്കുന്നത് അമീറിന്റെ നെഞ്ഞത്ത് കയറി നിറങ്ങിയിട്ട് വേണ്ട എന്നാണ് എനിക്ക് മാലിക്കിനോട് പറയാനുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്റെ നെഞ്ഞത്ത് കയറി നിറങ്ങിയിട്ട് നന്ദി കാണിക്കണ്ട. എന്റെ നെഞ്ഞത്ത് കയറി നിറങ്ങിയാൽ ഞാനും അമീർ ഇതൊക്കെ ഈ കളവുകളൊക്കെ പറയുമ്പോൾ മാലിക്ക് ചിന്തിക്കണം, ഞാൻ മരിച്ചുപോയ ആളല്ല, ജീവനോടെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഞാൻ. അതൊക്കെ ചിന്തിക്കണ്ടേ? മാലിക്കിനോട് പറയാനുള്ളത്, പണ്ഡിതൻ ഇമാം ബുഖാരിയുടെ സനദുള്ള മഹാപണ്ഡിതനായ ഒരു വ്യക്തി നിങ്ങൾ കളവ് പറഞ്ഞത് സ്വലിഹായ കളവാവൂ? ആവൂ? നിങ്ങളെപ്പോലൊരു വ്യക്തി കളവ് പറയുമ്പോ ഇവിടെ നിങ്ങളടക്കമുള്ള നിങ്ങൾക്ക് അബൂബക്കർ സലഫി, അതുപോലെ ബഹുമാന അബ്ദുൽ ജബ്ബാർ മദീനി, ഫൈസൽ മുസ്ലിമുള്ള അടക്കമുള്ള പണ്ഡിതന്മാർക്ക് ഒരു ഇസ്സത്ത് ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ, ഒരു നെടുമ്പലുണ്ടായിരുന്നു കേരളത്തിൽ. സംഘടനയ്ക്കും വേണ്ടി താറെടുത്തതൊക്കെ കളയണോ? ആർക്കും വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? സത്യത്തിന് വിരുദ്ധമായി. എന്റെ സംസാരം വൈകാരികമായി പോകുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം എന്റെ കൂടെയാണ് സത്യം എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. വല്ലാഹി ഞാൻ ഈ പറയുന്നത് മുഴുവനും സത്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കളവുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എന്റെ പേരിലുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാലിക്കിന് ധൈര്യമുണ്ടോ അത് പ്രാർത്ഥിക്കാൻ? ഫൈസൽ മുസ്ലിയാർക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ഇസ്ലാം മാസികയുടെ വിഷയത്തിൽ പ്രചരിപ്പിച്ച കാര്യങ്ങൾ 100% ഹക്കാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ സത്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇസ്ലാം മാസികയുടെ വിഷയത്തിൽ അമീർ ഒരു കുതന്ത്രം കളിച്ചിട്ടില്ല. ഞാൻ എന്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഇന്നുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. അപ്പൊ അദ്ദേഹത്തോട് പറയാനുള്ളത്, കളവ് പറഞ്ഞ് അനാവശ്യമായ കളവ് പറഞ്ഞ് ഇമാം ബുഖാരിക്ക് പേര് ദോഷം ഉണ്ടാക്കിയേക്കരുത്. ഇമാം ബുഖാരിന്റെ 20ാമത്തെ ശിഷ്യനാണ് താങ്കൾ. ഇമാം ബുഖാരിക്ക് നിങ്ങൾ പേര് ദോഷം ഉണ്ടാക്കിയേക്കരുത് ഇമ്മാതിരി കളവ് പറഞ്ഞിട്ട്. ഇസ്ലാം മാസിക നിങ്ങളുടെ കൂടെ നിന്നില്ല ഈ വിഷയത്തിൽ എന്നതുകൊണ്ട് ഇത്തരത്തിൽ KNM പോലും ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടില്ലല്ലോ. ഈ വിഷയം വന്നപ്പോൾ KNMന്റെ ചീഫ് എഡിറ്ററായിരുന്ന അൽ-ഇസ്ലാം മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്ന അബ്ദുൽ ഖാദർ കരുവമ്പിൽ KNMുമായി പ്രശ്നമുണ്ടായ സമയത്ത് അൽ-ഇസ്ലാം മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു. മാന്യമായി അദ്ദേഹം പോയി. കാരണം അദ്ദേഹത്തിന് അന്നും അറിയാമായിരുന്നു അൽ-ഇസ്ലാം മാസികയുടെ എല്ലാം സക്രിയത്തിലായി ആണ് അദ്ദേഹം നേരിട്ട് നടത്തുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ ഒരു സത്യസന്ധതയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ? നിങ്ങളൊക്കെ സലഫിയത്തിന്റെ വലിയ വലിയ ആളുകളല്ലേ, നിങ്ങളത് കാണിക്കണ്ടേ? ബഹുമാനായ മാലിക് സലഫിയോട് പറയട്ടെ, അദ്ദേഹത്തെ മാലിക് സലഫിയുള്ള പണ്ഡിതനായി കേരളത്തിൽ പരിചയപ്പെടുത്തിയ അൽ-ഇസ്ലാം മാസികക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. നിഷേധിക്കാൻ പറ്റും അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് കൊണ്ടോട്ടിക്കടുത്ത മൊറയൂരിലെ സലഫി ജബൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്.
ആ സലഫി ജബൽ വിട്ടാൽ കോഴിക്കോട് അൽ-ഇസ്ലാം മാസികന്റെ ഓഫീസില്ലാത്ത പ്രാസ്ഥാനിക ബന്ധം ഒരു ബന്ധമില്ലാത്തൊരു കാലഘട്ടം അദ്ദേഹത്തിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. സലഫി ജബൽ ടു അൽ-ഇസ്ലാം മാസിക, അൽ-ഇസ്ലാം മാസിക ടു സലഫി ജബൽ. ഇതല്ലാതെ വേറൊരു വഴി അറിയാത്ത കാലഘട്ടം അദ്ദേഹത്തിന് കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒന്നും അദ്ദേഹത്തിന് മാലിക് സലഫികൾ പണ്ട് ഞാൻ കേരളത്തിലുണ്ടെന്ന് കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത അൽ-ഇസ്ലാം മാസികയാണ്. പിന്നെ സക്കരിയ സലാഹി. നിങ്ങൾ നന്ദി കാണിക്കണ്ട, പക്ഷെ തിരിഞ്ഞിനും മുഖത്തേക്ക് തുപ്പരുതെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തിനു വേണ്ടിയാണത്? ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയങ്ങൾ സക്കരിയ സലാഹി ഇപ്പൊ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ, ആദർശ വിഷയങ്ങൾ, ഞാൻ അതിലേക്ക് കടക്കാൻ ഞാൻ പണ്ഡിതനല്ല, ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പണ്ഡിതന്മാരെ പലതും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്, അതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല. പക്ഷെ ഒരൊറ്റ വിഷയം മാലിക്കിനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രത്തോളം വ്യാപകമായി മാസികത്തിനും സലാഹിക്കതിനും കഴിവ് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ, സക്കരിയ സലാഹി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രശ്നങ്ങൾ അതിൽ ഏതെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് പരലോകത്ത് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക? പറയട്ടെ. സംഘടനയ്ക്ക് ഗുണദോഷങ്ങൾ അവിടെ നിൽക്കട്ടെ. പരലോകത്തിന് വേണ്ടിയുള്ള പ്രവർത്തിക്കുന്ന മാലിക്കും ഞാനടക്കമുള്ള ആളുകൾ എന്തിനാണ് മാലിക്ക് ഈ കളവ് പറയുന്നത്? മാലിക്കിന് ധൈര്യം ഞാൻ ആവർത്തിച്ച് ചോദിക്കണം. ധൈര്യമുണ്ട് നിങ്ങൾക്ക്? അൽ-ഇസ്ലാം മാസികയുടെ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞൊക്കെ സത്യസന്ധമാണ് എന്ന് സത്യം ചെയ്യാൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുമോ? നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി ചിലപ്പോൾ സത്യം ചെയ്യുമോ? നൗദുബില്ല, അള്ളാഹ് കാക്കട്ടെ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഇതാണ് മാസികയുടെ വിഷയത്തിലുണ്ടായ സത്യാവസ്ഥ. ഞാൻ ആരുടെ കയ്യിൽ നിന്നും മാസിക തട്ടിയെടുത്തിട്ടില്ല, ആരോട് ഞാൻ കുതന്ത്രം കളിച്ചിട്ടില്ല. ഞാൻ അങ്ങേയറ്റം ഈ വിഷയത്തിൽ ആദ്യമെടുത്ത തീരുമാനം നിഷ്പക്ഷമായി പോകാം എന്ന തീരുമാനം നടപ്പിലാക്കാൻ ഞാൻ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. സഹായിക്കേണ്ട ആളുകളെ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, പരമാവധി ചവിട്ടാണ് ചെയ്തത്. ആ ചവിട്ടിയതിനൊന്നും ഞാൻ മറുപടി പറയാൻ എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല. അത്രയെങ്കിലും മാലിക്ക് മനസ്സിലാക്കണം. ഇവിടെ എന്റെ ശൈലി, ഞാൻ എഴുതുന്ന ലേഖനങ്ങളെല്ലാം വിമർശനകരമായിട്ട് എനിക്കറിയാം. പക്ഷേ ഞാൻ ആരെയും കാന്തപുരത്തെ പേടിച്ചിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഉഗ്ര വിഷജീവികൾ അവരാണല്ലോ. മൂർക്കം പാമ്പ്, രാജവമ്പാടുകൾ, അവരെ പേടിച്ചിട്ടില്ല. പിന്നീട് കേരളത്തിന്റെ ആളുകൾ പേടിച്ചിട്ടില്ല. പിന്നെയാണ് ഇവര്. അപ്പൊ അതിന് ഞാൻ മറുപടി പറയും. ഈ കുപ്രചരണങ്ങൾ ഇതിലേക്ക് നിവൃത്തികേട് കൊണ്ട് മാത്രം മാലിക്കിനെ പോലെയുള്ള ഒരു പണ്ഡിതൻ ഇത്തരത്തിൽ പറയാൻ പാടില്ല. നിവൃത്തികേട് കൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ഇത് മാലിക്ക് പറഞ്ഞതിന്റെ പേരിലാണ് ഇത്രത്തോളം വിഷമം. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം കളിച്ച അദ്ദേഹമാണ്. ബഹുമാനായ ഷാഫി സലാഹിന്റെ അഹ്ലുസുന്ന ബുക്സ് ഇപ്പൊ ഈ അടുത്ത് ഇവിടെ തൃശ്ശൂര് നടന്ന ജീവിതത്തിന്റെ പരിപാടിയിലേക്ക് അവിടെ ആ പുറത്താ കുട്ടികൾ സ്റ്റാളിട്ടപ്പോ അവിടെ വന്ന സ്റ്റാൾ ഒഴിപ്പിക്കാനുള്ള മുൻകൈ എടുത്ത് കൂടാതെ നടത്ത മാലിക്കാണ്. ഈ പറയുന്ന മാലിക്കിന്റെ പുസ്തകങ്ങൾക്ക് ആ സ്റ്റാൾ ഉണ്ടായിരുന്നു. അടുത്ത് കുണ്ടോട്ടി ഭാഗത്ത് ഏതൊരു പരിപാടിയിൽ ആരൊരാൾ അൽ-ഇസ്ലാം മാസിക കയ്യിൽ വെച്ച് പോയപ്പോ ഇനി അതൊന്നും ഏറ്റിക്കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞത്ര മാലിക് സലഫി. എന്തിനാണത് മാലിക്ക്? സംഘടനയ്ക്കും വേണ്ടി ഇങ്ങനെ ചാവേറാകേണ്ടതുണ്ടോ? മരിച്ചു പോകണ്ടേ? പരലോകമില്ല. നിങ്ങൾക്ക് പരലോകം പ്രത്യേകിക്കുന്ന ആളുകളല്ലേ? നിങ്ങളെപ്പോലെ ഇൽമോ അല്ലെങ്കിൽ അതിനൊത്ത അമലോ ഇല്ലാത്തൊരു ഒരു സാധാരണക്കാരനാണ് ഞാൻ. പക്ഷെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. ദയവ് ചെയ്ത് നിങ്ങളുടെ പരലോകം നിങ്ങൾ കാക്കണം എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് കേൾക്കുന്ന ആളുകളോട് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഇതാണ് ഹക്ക്. അൽ-ഇസ്ലാം മാസികക്കെതിരെ ഇവർ പ്രചരിപ്പിക്കുന്നത് മുഴുവനും പച്ചക്കളവാണ്. ഇനി ഇതിന് വല്ല മറുപടി ഉണ്ടെങ്കിൽ മാലിക്ക് പറയട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഞാൻ അപ്പോൾ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.